മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഉയർപ്പിൻ്റെ ഈ സുന്ദരമായ ദിനത്തിൽ ഈശോയുടെ ഹൃദയത്തിൻ്റെ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന ആശംസയോടെ ആദ്യമായി തന്നെ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്കേവർക്കും നേരുന്നു. ഈ ഉയർപ്പ് ദിനത്തിൽ കാൽവരി യാത്രയുടെ സഹനങ്ങളും വേദനകളും അവസാനിക്കുന്നു. മരണത്തിന്മേൽ വിജയം നേടിയ ദിനം. വചനം പറയുന്നത് പോലെ, എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അപ്പസ്തോല പ്രവർത്തനം 2:27. അതെ, തൻ്റെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കാത്ത സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം പൂർണ്ണമായ ദിനം. മരണത്തിന്മേൽ ക്രിസ്തു വിജയം നേടിയ ദിവസമാണ് ഇന്ന്. ഉയർപ്പ് നൽകുന്ന 4 സന്ദേശങ്ങളുണ്ട്. ഒന്നാമത്തേത് അധികം സ്നേഹിക്കുക, രണ്ടാമത്തേത് പ്രതീക്ഷയോടെ കാത്തിരിക്കുക, മൂന്നാമത്തേത് സഹനങ്ങളുടെ മേലും മരണത്തിന്മേലും വിജയം സാധ്യമാണ്, 4 സ്വർഗം ലഭിക്കുമെന്ന ഉറപ്പ്. ഫ്രാൻസിസ് പാപ്പ ഈസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഊന്നൽ നൽകുന്നത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും പ്രാധാന്യത്തിനാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത് ഭയത്തെയും വിദ്വേഷത്തെയും അകറ്റി പരസ്പരം സ്നേഹിക്കാനും കരുണ കാണിക്കാനുമാണ്. നമ്മുടെ ഹൃദയം വിശാലമാക്കി മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും അവരെ സഹായിക്കുവാനും ഈ ഈസ്റ്റർ ദിനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ഈസ്റ്റർ ഒരു പുതിയ തുടക്കത്തിൻ്റെ പ്രതീകമാണെന്ന് പറയാം. പഴയതിനെ മറന്ന് പുതിയ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവകരുണയിൽ നമുക്ക് അഭയം തേടാം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ നിന്നും തെളിഞ്ഞു നിൽക്കട്ടെ. ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ നന്ദിയാൽ നമുക്ക് നിറയ്ക്കാം. അവൻ്റെ ഉയർപ്പ് നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹമാണ് ഏറ്റവും വലിയ ശക്തിയെന്നും ത്യാഗത്തിലൂടെ മാത്രമേ യഥാർത്ഥ വിജയം നേടാൻ കഴിയൂ എന്നുമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എവിടെയാണ് നിൽക്കുന്നത്? നമുക്കൊന്ന് പരിചിന്തനം ചെയ്യാം. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നിന്ന് നാം എന്ത് പാഠങ്ങളാണ് പഠിക്കുന്നത്? നമ്മുടെ വിശ്വാസം വെറും ആചാരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ, അതോ നമ്മുടെ ജീവിതത്തെ അത് രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ? നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ബെനഡിക്ട് 16 മാർപ്പാപ്പ തൻ്റെ ഈസ്റ്റർ സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ലോകത്തെ മാറ്റിമറിച്ചു, ചരിത്രത്തിൻ്റെ ശക്തിയെ മാറ്റിമറിച്ചു. അത് നമ്മുടെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളതാണ്. ഈ വാക്കുകൾ ഈസ്റ്ററിൻ്റെ ശക്തി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹത്തിലും ഒരുപോലെ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ളതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈസ്റ്റർ ദിനത്തിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓശാനയുടെ ജൈവിളികളും പെസഹായുടെ മുറിപ്പെടലുകളും കാൽവരിയിലെ ജീവാർപ്പണവും കല്ലറയിലെ നിശബ്ദതയും നൽകുന്ന ഒരു പാഠമുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റു. അതെ, ഈശോ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മരണത്തിന്മേൽ വിജയം നേടി എൻ്റെയും നിൻ്റെയും ജീവൻ്റെ വിലയായി ഇനി പ്രതീക്ഷയുടെ ദിനങ്ങളാണ് നമുക്ക് മുൻപിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകളും ദൈവാനുഗ്രഹപ്രദമായ ദിനവും നേർന്നുകൊള്ളുന്നു. താങ്ക് യു.